അരനൂറ്റാണ്ടോളം LDF ഉറച്ച കോട്ടയായ തളിപ്പറമ്പ് ഇത്തവണ വലതിന്റെ കാറ്റുവീശി. തളിപ്പറമ്പ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദൻ മാസ്റ്റർ വൻ ഭൂരിപക്ഷത്തിലാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. TK ഗോവിന്ദൻ മാഷുടെ സ്വന്തം നാടായ മലപ്പട്ടത്ത് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് UDFന്റെ നേതൃത്വത്തിൽ വമ്പിച്ച സ്വീകരണം നൽകി. ൗദ്ധഗംഭീരമായി 12,000-ന് മുകളിൽ ഭൂരിപക്ഷം കരസ്ഥമാക്കി തളിപ്പറമ്പ് നിയോജക മണ്ഡലം പിടിച്ചെടുത്ത പ്രിയപ്പെട്ട നായകൻ മലപ്പട്ടത്ത് താൻ ചിരിച്ചു കളിച്ചു വളർന്ന തന്റെ പ്രിയപ്പെട്ട മണ്ണിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ TK ഗോവിന്ദൻ മാസ്റ്റർ മലപ്പട്ടത്തിന്റെ പെരുമാറിലേക്ക് തളിപ്പറമ്പ് മണ്ഡലത്തിലെ UDF അണികൾ വലിയ ആവേശത്തിലാണ്. മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം ഒരു തവണ മാത്രമാണ് UDF വിജയിച്ചത്, അതും 1970 കാലഘട്ടത്തിൽ. അതൊരു അട്ടിമറി വിജയമായിരുന്നു. അതിനു സമാനമായി ഒരു വിജയം നേടാൻ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചിരിക്കുന്നത്, അതും വൻ ഭൂരിപക്ഷത്തിൽ. TK ഗോവിന്ദൻ മാസ്റ്ററെ മലപ്പട്ടത്ത് മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് അണികൾ സ്വീകരിച്ചത്. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ എനിക്ക് വമ്പിച്ച ഭൂരിപക്ഷമാണ് ലഭിച്ചതെന്നും CPM പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതെന്നും എന്റെ നിലപാടിനോട് തളിപ്പറമ്പ് മണ്ഡലത്തിലെ ജനങ്ങൾ വമ്പിച്ച പിന്തുണയാണ് നൽകിയതെന്നും TK ഗോവിന്ദൻ മാഷ് പറഞ്ഞു. നിങ്ങളേവരും അറിഞ്ഞുകാണും. രണ്ട് സൈഡിലേക്ക് പോവാം. ഒന്ന് രണ്ട് സൈഡ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിടയായ കാര്യം ഇതിനു മുമ്പേ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. CPM-നകത്ത് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എന്റെ നിലപാടിന് പാർട്ടിയിലെയും തളിപ്പറമ്പിലെയും പൊതുജനങ്ങൾ എന്റെ നിലപാടിന് വമ്പിച്ച പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇവിടെ മലപ്പട്ടത്ത് വന്നിട്ട് ചില നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ പ്രസംഗിച്ചത് നിങ്ങളുടെ കാതോരങ്ങളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടാവും. അവർ പറഞ്ഞത് TK ഗോവിന്ദന്റെ കൂടെ ഒരാൾ പോലുമില്ല ഈ നാട്ടിൽ നിന്ന് എന്നാണ് ഒരു വിദ്വാൻ ഇവിടെ പ്രസംഗിച്ചത്. ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ളത് അന്ന് ഞാൻ അതിനോട് പറഞ്ഞ മറുപടി, 4-ാം തീയതി കഴിയട്ടെ, ആരൊക്കെയാണ് എന്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ നിങ്ങൾക്കറിയാം, 91,000-ലേറെ വോട്ട് ഈ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് ലഭിച്ചിരിക്കുക. ഇവിടെ വീമ്പടക്കി പ്രസംഗിച്ച് നടന്നുപോയ നേതാക്കൾ ഇപ്പൊ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. അവർ പറഞ്ഞത് TK ഗോവിന്ദൻ വോട്ട് കിട്ടില്ല എന്നാണ് ഒരാൾ പറഞ്ഞത്. മലപ്പട്ടത്തിന് വോട്ട് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞവരെ ആലോചിക്കണം, അത് കേട്ട് ആസ്വദിച്ചവർ ആലോചിക്കണം. ഈ മലപ്പട്ടം പഞ്ചായത്തിൽ നിന്ന് LDF-ന്റെ കോട്ടയായി കേരളമാകെ അറിയപ്പെടുന്ന ഈ മലപ്പട്ട പഞ്ചായത്തിൽ നിന്ന് 600 വോട്ടിന്റെ വ്യത്യാസമാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്റെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞ ആളുകൾ എവിടെയാണ് എന്ന് എനിക്കറിയില്ല. മയ്യിൽ പഞ്ചായത്ത് CPM-ന്റെ ശക്തി ദുർഗമായിട്ടുള്ള മയ്യിൽ പഞ്ചായത്ത് കേവലം 99 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മയ്യൽ പഞ്ചായത്ത് മാത്രം, കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെയാണ് അവസ്ഥ. അതുപോലെ കൊടച്ചേരി പഞ്ചായത്ത്
വലിയ വോട്ടിന്റെ 6000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം കൊളച്ചേരി പഞ്ചായത്തിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. 12,000-ലേറെ 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കേണ്ടുന്ന LDF ലഭിക്കേണ്ടുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ലഭിച്ച വോട്ട് കേവലം 8,400 അതുപോലെ തന്നെ നിങ്ങൾ നോക്കണം, ഇവിടെ തളിപ്പ് മുനിസിപ്പാലിറ്റിയിൽ 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എനിക്ക് ലഭിച്ചത്. നിങ്ങൾ പരിയാരം പഞ്ചായത്ത് എല്ലാ കാലത്തും CPM ഭരിക്കുന്ന പഞ്ചായത്താണ്, ഇപ്പോൾ CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ 1,600 വോട്ടിന്റെ ഭൂരിപക്ഷം ആ പരിയാരം പഞ്ചായത്ത് എനിക്ക് ലഭിക്കുകയുണ്ടായി. നിങ്ങൾ കുറുമാത്തൂർ പഞ്ചായത്ത് അറിയാം, എല്ലാ കാലത്തും CPM ഭരിക്കുകയും ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പഞ്ചായത്താണ് കുറുമാത്തൂർ പഞ്ചായത്ത്. ആ കുറുമാത്തൂർ പഞ്ചായത്തിൽ 2,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ചപ്പാരപ്പടവ് UDF ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിലും 5,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ചപ്പാരപ്പടവ് പഞ്ചായത്തിൽ ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത് LDF-ന്റെ അടിത്തറ തകർന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആരാണ് ഈ അടിത്തറ തകർത്തത്? ഈ അടിത്തറ ഇവിടെ തളിപ്പറമ്പിൽ LDF-ന്റെ അടിത്തറ തകർത്തിട്ടുണ്ടെങ്കിൽ, CPM-ന്റെ അടിത്തറ തകർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞാനന്ന് പാർട്ടിയിൽ പറഞ്ഞത്, നിങ്ങൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ ഭാര്യ നിശ്ചയിച്ചപ്പോ ഞങ്ങൾ എല്ലാവരും പറഞ്ഞത്, ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് പാടില്ല, അരുതെന്നാണ്. അത് നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്തും, അതാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ അനുസരിച്ചില്ല. പാർട്ടിയിൽ എവിടെ പറഞ്ഞിട്ടും അനുസരിച്ചില്ല, ആര് പറഞ്ഞിട്ടും അനുസരിച്ചില്ല. അങ്ങനെ അനുസരിക്കാതെ തന്റെ പിൻഗാമിയായി തന്റെ ഭാര്യയെ തന്നെ ഈ മണ്ഡലത്തിൽ അടിച്ചേൽപ്പിച്ചപ്പോഴാണ് ജനങ്ങൾ നിങ്ങൾക്കെതിരെ വിധി എഴുതിയത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും CPM തിരിച്ചറിയണം. ഇത് തളിപ്പറമ്പിന്റെ കാര്യം മാത്രമല്ല, നിങ്ങൾക്കറിയാം, അവിടെ പയ്യന്നൂർ എന്ന് പറയുന്ന മണ്ഡലം പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്, ദുർഗമാണ്. ആ പയ്യന്നൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥയല്ല. ആ പയ്യന്നൂർ മണ്ഡലത്തിൽ നിലവിലുള്ള MLA 6,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞിക്കിട്ട് അവിടെ വിജയിച്ചിരിക്കുകയാണ്.